നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയില് ബാലന്റെ അടുത്ത് ധർമ്മൻ ഇരുന്ന് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. എന്താ ബാലേട്ടാ, ബാലേട്ടൻ എന്നോടൊന്നും പറയാത്ത എന്താ? ദേവിക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാന്ന് പറഞ്ഞു. നീയൊന്നും മിണ്ടാതെ പോകുന്നുണ്ടാ ധർമ്മ എന്റെ അടുത്തുനിന്ന്? മനുഷ്യ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ നിന്നോട് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? സാമാന്യ ബോധം നിനക്കില്ലേന്ന് ചോദിച്ചു. അതിന് ഞാനൊന്നും ചോദിച്ചില്ല ബാലേട്ടാ. ദേവിയെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമല്ലേ പറഞ്ഞുള്ളൂ. നിനക്കെന്താടാ? എന്നെ കുറച്ച് സമയത്തേക്ക് ഒന്ന് വെറുതെ വിട്ടുകൂടെ? മനുഷ്യ സമാധാനമായിട്ട് ഒരു 5 മിനിറ്റ് സ്വസ്ഥതയോടെ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമ്മതിക്കില്ല. അപ്പൊ വന്നോളൂ. ഇതിപ്പോ എന്ത് കൂത്ത? താൻ അതിനൊന്നും പറഞ്ഞില്ലോ. ദേവിയുടെ അസുഖകാര്യത്തെ കുറിച്ചല്ലേ ചോദിച്ചേ. അപ്പോഴേക്കും ആരിനും ആഘോഷം കൂടെ ഓടി അങ്ങോട്ട് വന്നു. ധർമ്മനെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, വന്നേ മാമ, കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞു. എടാ എന്താടാ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. മാമൻ എന്തിനാ അച്ഛൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചോദിക്കാൻ പോയെന്ന് ചോദിച്ചു. എടാ ഇപ്പൊ നിങ്ങളും എന്നെ കുറ്റപ്പെടുത്തണോ? എടാ അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് ദേവിയെ കൊണ്ടാന്ന് പറഞ്ഞു. അതിന് ദേവിക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചു. ആര്യം പറഞ്ഞു, ദേവിക്കൊരു അസുഖവും ഇല്ല. അല്ല, ദേവി അടുത്തേക്ക് ഒരു അസുഖം ഇല്ലാന്ന് പറഞ്ഞു. അസുഖമില്ലേ പിന്നെ എന്തിനാടാ ബാലേട്ടനൊക്കെ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കും ഇരിക്കുന്ന കാര്യം എന്താ? പിന്നെ ഹോസ്പിറ്റലിലേക്ക് ദേവിയെ കൊണ്ടുവന്നിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. അത് പിന്നെ മാമ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമോ? എന്ത് പ്രശ്നം? അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ദേവിയടുത്തേക്കല്ല പ്രശ്നമെന്ന് പറഞ്ഞു. ദേവിക്കല്ലേ? ഒരാള് പറയുന്നു ഒരു പ്രശ്നം ഉണ്ടെന്ന്, ഒരാൾ പറയുന്നു ദേവിക്കല്ല പ്രശ്നമെന്ന്. ബാലേട്ടൻ പറയണു ദേവിക്ക് എന്തോ വയ്യായിക ഉണ്ടെന്ന്. ആ രാമേട്ടനോട് ചോദിച്ചിട്ടാണെങ്കിലോ രാമേട്ടൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ദേവി ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇതെന്താ നിങ്ങൾ ഓരോരുത്തരും ഓരോന്നാള് പറയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അതെ മാമ, ദേവിയടുത്തേക്കല്ല പ്രശ്നം, ദേവിയടുത്തിന്റെ കുഞ്ഞിനാന്ന് പറഞ്ഞു. കുഞ്ഞിന് എന്ത് പ്രശ്നമാടാ? വയറ്റി കിടക്കുന്ന കുഞ്ഞിന് എന്ത് പ്രശ്നമാന്ന് ചോദിച്ചു. അപ്പോഴേക്കാണ് ആകാശ് പറയുന്നത്, അത് കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല, കുഞ്ഞു പോയെന്ന് പറഞ്ഞു. കുഞ്ഞു പോയെന്നോ? നീ എന്താടാ പറയണെന്ന് ചോദിച്ചു. അതെ മാമ, കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു. ഒറ്റ കരച്ചിലായിരുന്നു ധർമ്മന്റെ കരച്ചിൽ കണ്ടപ്പോ ആരിനും ആകാശവും ഒക്കെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് ധർമ്മൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ദേവിയെ കാണണം, ഇപ്പൊ തന്നെ കാണണം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങണം. വേണ്ട, ഇപ്പൊ പോയി കാണണ്ടെന്ന് ആരിനും ആകാശമൊക്കെ പറഞ്ഞ് തടയാണ്. നിങ്ങൾ എന്നെ തടയൊന്നും വേണ്ട, എനിക്ക് പോയി കാണണം എന്ന് പറഞ്ഞു. എന്നാ ചെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ മാമൻ അങ്ങോട്ട് ചെന്നിട്ട് ദേവിയടത്തിന് മുന്നിൽ വെച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയടത്തേക്ക് എത്രമാത്രം വിഷമാവും അറിയാവോ? പാപം നല്ല സങ്കടത്തിലായിരിക്കുന്നേ. മാമന്റെ കരച്ചിലൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ തളർന്നു പോകുന്നു പറഞ്ഞു. സഹിക്കാൻ പറ്റില്ല ദേവിയടത്തേക്ക്, അതുകൊണ്ടാണ് ഞങ്ങൾ പോവണ്ടെന്ന് പറഞ്ഞേ. അപ്പോഴേക്കും ധർമ്മൻ അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. ധർമ്മനെ അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് ആകാശ് പറഞ്ഞു, മാമ, ഇപ്പം നമ്മൾ ദേവിയടത്തേക്കൊക്കെ ധൈര്യം കൊടുക്കുക വേണ്ടത്. ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേ മതിയുള്ളൂ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് മാമനോടെ പോയി കരയാനൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മാമനെ അങ്ങോട്ടേക്ക് വിടാത്തേന്ന് പറഞ്ഞു. ധർമ്മൻ ചോദിച്ചു, എടാ എന്നാലും ഇത് എങ്ങനെയാടാ സംഭവിച്ചേ? അത് പിന്നെ മാമ ബാത്റൂമിൽ തെന്നി വീണാന്ന് പറഞ്ഞു. തെന്നി വീണെന്നോ? അതെ. ഇനിയിപ്പം നമ്മളും കൂടെ ചെന്നിട്ട് ദേവിയടത്തിന് മുന്നേ നിന്ന് സങ്കടം അഭിനയിച്ച് അല്ലെങ്കിൽ സങ്കടം ഭാവിച്ചിട്ടുണ്ടെങ്കിൽ ദേവപ്പെടുത്തേക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ധർമ്മനും തോന്നി ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ദേവിയെ വിഷമിപ്പിക്കേണ്ട, ദേവിയെ കണ്ടിട്ടുണ്ടെങ്കിൽ തനിക്ക് കരച്ചിൽ വരും എന്നുള്ള കാര്യം ധർമ്മന് നന്നായിട്ട് അറിയായിരുന്നു. അതേ സമയത്ത് ശ്രീദേവിയുടെ അടുത്ത് മീനാക്ഷി ഇങ്ങനെ ഇരിക്കുകയാണ്. മീനാക്ഷിയുടെ മനസ്സിലേക്ക് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. കാരണം ഒരു കാരണവശാലും ദേവിയടുത്തിയുടെ മനസ്സിന് സ്ട്രെസ് കൊടുത്തുകൂടാ, കുറ്റപ്പെടുത്തിക്കൂടാ. സമാധാനമായിട്ട് ദേവിയടുത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുപക്ഷെ ആ മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജീവിതം വരെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു, ഇവിടുന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കണില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അതൊക്കെ ദേവിയടുത്തേക്ക് തോന്നുന്ന. ഇല്ല മീനു, ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അത് തോന്നലാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ കുഞ്ഞു പോയതിന്റെ വിഷമത്തില് ദേവിയടുത്തേക്ക് അത് തോന്നായിരിക്കും എന്ന് പറഞ്ഞു. മീനു, എന്റെ ചെവിക്കയില് എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ദേവിയടുത്ത് ഇങ്ങനെ ടെൻഷൻ ആയാലോ? ടെൻഷൻ അടിക്കില്ല. നമ്മൾ ജീവിതത്തിലേക്ക് പോകണം. കാരണം അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ നമ്മൾ തരണം ചെയ്തേ മതിയാവുള്ളൂ. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ദേവിയടുത്ത് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല മീനു. പറ്റുന്നില്ലാന്നോ? അതെ, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കണമെന്നില്ല. ഇപ്പൊ എനിക്ക് പേടിയാന്ന് പറഞ്ഞു. എന്ത്? ചിലപ്പോൾ എനിക്ക് മരണഭയം ഉണ്ടാവുന്നുണ്ട്. അല്ല സമയത്ത് എനിക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നും. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ദേവിയടുത്തി അങ്ങനെ പറഞ്ഞ് എങ്ങനെയാ ശരിയാന്നേ? ഇത് ദേവിയടുത്തിയുടെ കുറ്റം കൊണ്ടല്ലോ. ആനന്ദൻ എന്നോട് എപ്പോഴും പറയായിരുന്നു, മീനു ഒരു കാരണവശാലും വഴക്കും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോവരുതെന്ന്.
പക്ഷെ അതൊന്നും ഞാൻ കേട്ടില്ല. അതിനുള്ള ശിക്ഷയായിരിക്കും ദൈവം എനിക്ക് തന്നല്ലേന്ന് ചോദിച്ചു. അതിപ്പം ദൈവടുത്തി അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമൊന്നും അല്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ നമ്മൾ ആരെങ്കിലും വിചാരിച്ചാണോ? അല്ലല്ലോ. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചല്ലേ. ദൈവടുത്തി അവിടെ പെട്ടുപോയതല്ലേ. പിന്നെ ദൈവടുത്തി സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു. എന്നാലും മീനു, നിനക്കറിയാലോ ആനന്ദണ്ണൊക്കെ എത്രമാത്രം പ്രതീക്ഷയിലായിരുന്നെന്ന്. എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, എനിക്കിനി ജീവിക്കണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ശ്രീദേവി പെട്ടെന്ന് മീനു ശ്രീദേവിയുടെ കൈയെടുത്തങ്ങോട്ട് പിടിക്കുകയാണ്. ദേവി ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടില്ലേ, ഞങ്ങളൊക്കെ ഇല്ലേ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രം കരുതിയാൽ മതി. ദൈവം ഈ കുഞ്ഞിനെ വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി. ഇനിയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിക്കോളും. ദേവി ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടന്റെ കാര്യം എങ്ങനെയാവും? അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ആശ്വാസവാക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദേവിക്ക് അതൊന്നും കേട്ടിട്ട് ഒരു സമാധാനം ഉണ്ടായില്ല. അപ്പോഴേക്കും നേഴ്സ് അങ്ങോട്ട് വന്നു. നേഴ്സ് വന്നിട്ട് നാളെ ശ്രീദേവി ഡിസ്ചാർജ് ചെയ്യും, ഈ മെഡിസിനും കാര്യങ്ങളൊന്നും വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ നേഴ്സ് വന്നിട്ട് ഒരു പേപ്പർ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ശ്രീദേവി പറഞ്ഞു, മീനു നീ പോവരുത് കേട്ടോ, നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിലേക്ക് ഇറുക്കി പിടിക്കണം. ആ സമയം മീനു പറഞ്ഞു, ഞാൻ പോകത്തില്ല ചേച്ചി, ചേച്ചിയുടെ അടുത്ത് തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു. എനിക്ക് പേടിയാവുന്നുണ്ട്, നീ എൻ്റെ അടുത്തില്ലെങ്കിൽ എന്നൊക്കെ പറയണം. കാരണം മീനുവാണ് എപ്പോഴും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മീനും കൂടെ അടുത്തൊന്ന് പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കുക എന്നൊരു ചിന്തയൊക്കെ ദേവിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ദേവിക്ക് അത്രമാത്രം ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മീനാക്ഷി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആനന്ദാണെങ്കിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് ആനന്ദിനോട് പറഞ്ഞു, ആനന്ദേട്ടാ നാളെ ദേവി ചേച്ചിയെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ദേവിയുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ കൂട്ടിക്കൊണ്ട് പോകാനാ? ആനന്ദണ്ണ എന്തൊക്കെയാ പറയണേ? അതെ, കൂട്ടിക്കൊണ്ട് പോട്ടെ, ദേവി അങ്ങോട്ടേക്കല്ലേ പോട്ടെ, എന്തിനാ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീനു പറഞ്ഞു, ആനന്ദണ്ണ എന്താ പറയണേ? ഇപ്പം ശ്രീദേവിച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശ്രീദേവിച്ചിയുടെ അവസ്ഥ എന്താവും? അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രീദേവിച്ചിയുടെ സമാധാനം തെറ്റും. വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളെല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് ആശ്വസിപ്പിച്ച് ശ്രീദേവിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാം. ആനന്ദ് പറഞ്ഞേ അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അപ്പുറത്ത് മാറിപ്പോയിരിക്കണം. മീനു വിട്ടില്ല. മീനു പിന്നാലെ എന്നിട്ട് വെച്ചു, എന്താ ആനന്ദേട്ടെ പറയണേ? ആനന്ദേട്ട ഇത് എന്താ? അതെ, അവള് വീട്ടിലേക്ക് വരുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. അതെന്താ? അവളുടെ വീട്ടിലേക്ക് പോട്ടെ, നമ്മളതിനെ അവളെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. ആനന്ദേട്ട അങ്ങനെ പറയരുത്. ശ്രീദേവി എടുത്തി ആരുടെ ഭാര്യ? ആനന്ദേട്ടന്റെ ഭാര്യയല്ലേ? കുഞ്ഞും നഷ്ടപ്പെട്ടു, ഇനിയിപ്പോ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പോ ഉദയഭാൻ സാറൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എങ്ങനെയാന്നും അറിയത്തില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാവും. വീട്ടിലാണ് നമ്മളെല്ലാവരും ഉണ്ടല്ലോ, നമ്മളൊക്കെ ആശ്വസിപ്പിച്ച് കഴിയുമ്പോൾ ദേവി അടുത്തേക്ക് പെട്ടെന്ന് കുറയുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ആനന്ദെങ്കിലും രൂക്ഷമായിട്ട് നോക്കുവാണ്. പിന്നീട് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കാറിലേക്ക് കൊണ്ടുവന്ന് കയറ്റുവാണ്. ഈ സമയം ആനന്ദ് നേരത്തെ കാറിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. ഗോമതി ബാലനും അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ഗോമതി ബാലനോട് പറയുകയും ചെയ്തു, അവനല്ലേ ശരിക്കും ശ്രീദേവിയുടെ കയ്യെ പിടിച്ച് നടത്തിക്കേണ്ട ഈ സമയത്ത് അവനിത് എന്ത് പറ്റി ബാലേട്ടാന്ന് ചോദിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല ഗോമതി, നിനക്കറിയാലോ അവൻ ആകെപ്പാടെ ടെൻഷനിലാന്ന് പറഞ്ഞു. മീനുവിന് തോന്നി ശ്രീദേവിയെ ശരിക്കും ഇപ്പം അവഗണിക്കുന്നുണ്ട് ആനന്ദേണ്ട നോക്കുന്നു പോലുമില്ല ശ്രീദേവിയെ. ആ ഒരു വിഷമം മീനുവിനും ഉണ്ടായിരുന്നു. ഒടുവിൽ അവർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മനും സുകന്യൊക്കെ ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ ശ്രീദേവിയെ കൈ പിടിച്ച് മുറിയിലേക്ക് കയറ്റിക്കൊണ്ട് പോയി. ഈ സമയം ആനന്ദ് കാറിനകത്തുനിന്ന് ഇറങ്ങാതിരിക്കുവാണ്. ധർമ്മം വന്നിടിച്ചു, എന്താടാ ആനന്ദ്, നീ എന്താ ഇറങ്ങണില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആനന്ദ് പതുക്കെ ഇറങ്ങി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ബാലൻ വന്ന് ധർമ്മനോട് പറഞ്ഞു, എടാ ധർമ്മ, നീ കടയിലേക്ക് ചെല്ലണം, ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേന് ഞാൻ വരുന്നില്ല കടയിലേക്ക്, രാമേട്ടൻ നീയും വേണം കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് പറഞ്ഞു. അല്ല അളിയ, അത് പിന്നെ ഞാൻ ബാലൻ നിന്നില്ല. ബാലനകത്തേക്ക് കൊണ്ട് കയറിപ്പോയി. ആകാശിനും ആര്യനും ഒക്കെ ഭയങ്കര വിഷമമായി. കാരണം അച്ഛനൊക്കെ നല്ല സങ്കടമാണെന്ന് മനസ്സിലായി കുഞ്ഞു പോയ കാര്യത്തില്. പക്ഷേ ബാലന്റെ മനസ്സിൽ ആ ഒരു ടെൻഷൻ മാത്രമല്ല, ആ ലോകിന്റെ കാര്യം കൂടി ഉണ്ടെന്നുള്ള കാര്യം അവർക്കൊന്നും അറിയത്തില്ലല്ലോ. പിന്നീട് ശ്രീദേവി മുറിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേനുമാണ് ആനന്ദ് അങ്ങോട്ട് കയറി വരുന്നത്. ആനന്ദ് കയറുന്ന ബെഡിലേക്ക് ഇരിക്കുകയാണ്. ആ സമയം ശ്രീദേവി പതുക്കെ ആനന്ദേട്ടാന്ന് പറഞ്ഞിട്ട് ആ തന്റെ കൈയെടുത്ത് ആനന്ദിന്റെ കയ്യിലേക്ക് അങ്ങ് തൊടുവാണ്. അപ്പോഴേക്കും ആനന്ദ് കൈ പെട്ടെന്ന് അങ്ങോട്ട് പിൻവലിച്ചു. എന്നിട്ട് പറഞ്ഞ് തൊട്ടുപോലെ തന്നെയെന്ന് പറഞ്ഞു. എന്താ ആനന്ദേട്ടാ, നീ എന്നെ തൊടരുത്, എനിക്ക് നീ തൊടുന്ന പോലെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ആനന്ദേട്ടാ, എന്റെ കുറ്റം കൊണ്ടല്ല കുഞ്ഞു പോയെന്ന് പറഞ്ഞു. മിണ്ടരുത് നീ, ഇതിലപ്പുറം നീ പറയുമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.